Dear students, good day to all. Now we can go to the another chapter, the best investment I ever made. This is a beautiful story written by A.J. Cronin. It is taken from his own experiences. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇതൊരു കഥയാണ്, സുന്ദരമായ കഥ. A.J. ക്രോണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായ എഴുത്തുകാരന്റെ അനുഭവത്തിൽ നിന്നെടുത്ത സുന്ദരമായ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്, അല്ലേ? നമുക്കറിയാം, സാധാരണ നന്നായിട്ട് ദാഹിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ അതിനാണ് വാല്യൂ കൂടുതൽ സാധാരണ സമയത്ത് കൂടുതൽ വെള്ളം കിട്ടുന്നതിനേക്കാളും കൂടുതൽ വാല്യൂ കൂടുതൽ ദാഹിക്കുന്ന സമയത്ത് കിട്ടുന്ന കുറച്ച് വെള്ളത്തിന്. കാരണം അതിന്റെ സാഹചര്യം അങ്ങനെയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പ്രവാചകന്റെ കഥ. മീൻസ് ദാഹിച്ചു വരഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു ആള്, അവർക്ക് ദൈവം സ്വർഗം നൽകും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള സമയത്താണ് ആ നായ ആ വെള്ളം കിട്ടാതെ അതിന്റെ ജീവിതം അവസാനിക്കും എന്ന് തോന്നിയ സമയത്ത് അയാൾ വളരെ പ്രയാസപ്പെട്ട് കിണറ്റിൽ നിന്ന് വെള്ളം തന്റെ ഷൂവില് കടിച്ചു പിടിച്ച് ആ നായ്ക്ക് കൊടുത്തു. അപ്പൊ അദ്ദേഹം ആ സമയത്തെ വാല്യൂ, ആ സമയത്തിന്റെ പ്രാധാന്യമാണ് ആ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാല് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പണമോ മറ്റു കാര്യങ്ങളോ നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കുക. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഞാൻ എന്റെ ജീവിതത്തിൽ നിക്ഷേപിച്ച ഏറ്റവും സുന്ദരമായ നിക്ഷേപം. ഇത് അദ്ദേഹത്തിന്റെ ഒരു കഥയാണ്. അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഓൺ ദ സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം, കപ്പൽ യാത്രയുടെ രണ്ടാമത്തെ ദിവസം, ഔട്ട് ഫ്രം ന്യൂയോർക്കിൽ നിന്ന് പുറത്താണ് ഞങ്ങൾ. ന്യൂയോർക്കിൽ നിന്ന് പുറത്തുള്ള രണ്ടാമത്തെ ദിവസം, കപ്പൽ യാത്രയുടെ രണ്ടാമത്തെ ദിവസം. വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് പ്രൊമിനന്റ് ടെക്. വൈൽ പറഞ്ഞ ഇടയിൽ, മേക്കിംഗ് ദ റൗണ്ട് ചുറ്റിയടിക്കുന്നതിനിടയിൽ ഓഫ് ദ പ്രൊമിനന്റ് ടെക്. പ്രൊമിനന്റ് മീൻസ് ഉല്ലാസ നടത്തം നടക്കുന്ന സ്ഥലത്തിനാണെന്ന് പറഞ്ഞത് പ്രൊമിനന്റ് ടെക് എന്ന് പറയുന്നത്. കപ്പൽ എന്ന് പറയുന്നത് 2 മാസത്തോ 3 മാസത്തേക്ക് യാത്രയായിരിക്കും. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ശരീരം ഇളക്കാൻ വേണ്ടിയുള്ള നടത്തത്തിനുള്ള വ്യായാമത്തിനുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലമാണ് എന്ത്? പ്രൊമിനന്റ് ടെക്. അപ്പൊ ഞാന് കപ്പലിൽ രണ്ടാമത്തെ ദിവസം ആ പ്രൊമിനന്റ് ടെക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഐ സഡൻലി ബിക്കെയിം എവർ. പെട്ടെന്ന് ഞാൻ ബിക്കെയിം ആയി തീർന്നു, എവർ ബോധവാനായി തീർന്നു. എനിക്കൊരു ബോധം വന്നു. എന്താ ബോധം വന്ന്? ദാറ്റ്സ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ്. ഒരുപാട് യാത്രക്കാരുണ്ട്, അതിൽ ഒരു യാത്രക്കാരൻ, ഒരു യാത്രക്കാരൻ വാസ് വാച്ചിങ് മീ, എന്നെ നോക്കുന്നുണ്ട് ക്ലോസ്ലി, വളരെ ക്ലോസ് ആയിട്ട്. എന്താ അറിയില്ല, ഞാൻ ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് ഒരാൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോളോയിങ് മീ, എന്നെ പിന്തുടരുന്നുണ്ട്. വിത്ത് ഹിസ് ഗേസ്, അദ്ദേഹത്തിന്റെ തുറിച്ചു നോട്ടം കൊണ്ട്. എവറി ടൈം ഐ പാസ്, ഓരോ സമയം ഞാൻ പാസ് ചെയ്യുമ്പോഴും ഓരോ സമയം ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോഴും അയാളെ തുറിച്ചു നോട്ടം എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് പോലെ എന്ത് ചെയ്തു തോന്നി. ഐ വാണ്ടഡ് ടു റെസ്റ്റ്, ഞാൻ ആഗ്രഹിച്ചു. ടു റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്, ഞാൻ എന്ത് ചെയ്യാൻ, വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. ഒരുപാട് നടന്നു, ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ ടു അവോയ്ഡ്, ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു. ദ ടിഡിയം, ഒരു ബോറിംഗ്, മടുപ്പ്. ഓഫ് കാഷ്വൽ, സാധാരണയായിട്ടുണ്ടാവുന്ന ഒരു മടുപ്പ് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ഇമ്പോർച്ചുനേറ്റ് പറഞ്ഞാല് ചോദിച്ച് ഒരാളെ കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനാണെന്ന് പറയുന്നത് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞത്. ഷിപ്പ് ബോർഡിലെ കോണ്ടാക്ട്സ് അവിടെ പോയിട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ബോറിംഗ് പരിപാടി, ആ മോശപ്പെട്ട പരിപാടി ഒഴിവാക്കാനും ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് അയാളെ കുറിച്ച് ഒറ്റയ്ക്ക് മനസ്സിലാവും. അവിടെ ഷിപ്പ് ബോർഡിലെ ഷിപ്പിന്റെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി, ആരാണെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബോറിംഗ് ആയി തോന്നി. ഞാനത് ചോദിച്ചില്ല. ഐ ഗേവ് നോ സൈൻ, ഞാൻ ഒരു അടയാളം കൊടുത്തില്ല. ഓഫ് ഹാവിംഗ് നോട്ടീസ്ഡ് എന്നാണ്. അയാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരടയാളം ഞാൻ അയാൾക്ക് എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കി. there was nothing importunate about him. എന്നാലും there was nothing, ഒന്നും ഉണ്ടായിരുന്നില്ല, importunate about him. അയാളെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചോദിച്ചറിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ നിങ്ങളെ നോക്കി നിങ്ങൾ മറ്റേ അയാളെ കുറിച്ച് എന്താ, എവിടുന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കൂലല്ലോ. കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഓൺ ദ കോൺട്രറി, അതിന് വിപരീതമായി, കോൺട്രറി മീൻസ് വിപരീതമായിട്ട്,
ഹി സീംഡ്, വെറും നോട്ടല്ല അദ്ദേഹത്തിന്റെ നോട്ടം, ഹി സീംഡ്, അവൻ തോന്നിപ്പിച്ചു, എഫക്റ്റഡ് ബൈ, എന്തോ എഫക്ട് ചെയ്യുന്നത് പോലെ, ബാധിക്കുന്നത് പോലെ, ട്രബിൾഡ്, എന്തോ ഒരു പ്രശ്നം, റാദർ ദാൻ ടച്ചിങ് ഡിഫിഡൻസ്, എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിനെ ബാധിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് മാത്രമല്ല, റാദർ ദാൻ, അതിലുപരിയായിട്ട് ഒരു തരത്തിലുള്ള ഡിഫിഡൻസ് ആണ് ലജ്ജ. ലജ്ജ മീൻസ് സാധാരണ ഒരു കുറ്റം ചെയ്തതിനു ശേഷം നമുക്കുണ്ടാവുന്ന ഒരു ലജ്ജക്കാണ് എന്ത് പറയുക, ഷൈനസ്, ഒരു മടുപ്പിന്, ഒരു മടിക്കാണ് എന്ത് പറയുന്നത്, ഡിഫിഡൻസ് എന്ന് പറയുന്നത്. സാധാരണ ഷൈ എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കുറവിനെയാണ് ഷൈ എന്ന് പറഞ്ഞത്. വേറെ ഒന്നുണ്ട്, കോയി എന്ന് പറഞ്ഞ വേറുണ്ട്. സാധാരണ മടി, വേറൊരു ലജ്ജയ്ക്ക് പറയുന്ന പേരാണ് കോയി മിസ്ട്രസ് ആണ്, ലജ്ജാവതി എന്ന കോയി മിസ്ട്രസ് എന്നാണ് പറയാം. അപ്പൊ വ്യത്യസ്ത വാക്കുകളുണ്ട്. ഇപ്പൊ ഡിഫിഡൻസ് ഒരു തരത്തിലുള്ള ലജ്ജ, എന്തോ ഒരു മടി അദ്ദേഹത്തിനുള്ളത് പോലെ എനിക്ക് നോക്കുന്നു. സാധാരണ നോട്ടാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ നോട്ടത്തില് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെയും അതുപോലെ തന്നെ അതിലുപരിയായിട്ട് എന്തോ ഒരു ലജ്ജ അയാളും നോട്ടത്തിലുള്ളത് പോലെയും എനിക്ക് എന്ത് ചെയ്തു തോന്നി. ഞാൻ അയാളുടെ രൂപം എങ്ങനെയാണ്? ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s, ഏകദേശം 40ലാണ് അദ്ദേഹം. 40 മീൻസ് ഏകദേശം 40-42 വയസ്സിലാണ്, തുടക്കത്തിലാണ്. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, നിർമ്മാണത്തിൽ ബിൽഡ്, ഷോർട്ട് ഇൻ ബിൽഡ് മീൻസ് അദ്ദേഹത്തിന്റെ വലിപ്പം വളരെ കുറവാണ്, ഷോർട്ട് മാൻ ആണ്. വിത്ത് ഫയർ കോംപ്ലക്ഷൻ, നല്ല ഫയർ ആയിട്ട്, നല്ല സുന്ദരമായ, ഫയർ മീൻസ് ബ്യൂട്ടിഫുൾ, കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തൊലിനിറത്തിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്ഷൻ. നല്ല സുന്ദരമായ തൊലിനിറമുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ ഐസ്, നീല കണ്ണുകളുണ്ട് അദ്ദേഹത്തിന്. ഹിസ് തിൻ എയർ ഹാഡ് ബിഗൻ ടു റിസൈഡ്, അദ്ദേഹത്തിന് ആ മങ്ങിയ നേരിയ മുടി ഉണ്ടല്ലോ, ഹാഡ് ബിഗൻ തുടങ്ങിയിട്ടുണ്ട്, ടു റിസൈഡ് വളർച്ച നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഫ്രം ഹിസ് ഫോർഹെഡ്, അദ്ദേഹത്തിന്റെ നെറ്റിത്തരത്തിൽ മീൻസ് കുറച്ച് മുന്നിൽ കുറച്ച് കഷണ്ടി ആയിട്ടുണ്ട്. ഹിസ് ഡാർക്ക് സൂട്ട്, പിന്നെ അദ്ദേഹം എന്താ ധരിച്ചത്, കറുത്ത ഡ്രസ്സാ ധരിച്ചത്. സോബർ ടൈ, സോബർ എന്ന് പറഞ്ഞാല് പ്ലെയിൻ ആയിട്ടുള്ള, വല്ലാതെ പിന്നെ ചിത്രപ്പണികളോ ഒന്നും ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ടൈ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആൻഡ് റൈംലെസ് സ്പെറ്റിക്കിൾസ്, ഫ്രെയിം ഇല്ലാത്ത സ്പെറ്റിക്കിൾസ് ധരിച്ചിട്ടുണ്ട്, കണ്ണട ധരിച്ചിട്ടുണ്ട്. ഗെയിം എവിഡൻസ്, ഈ 3 രൂപം, കറുത്ത ഡ്രസ്സും അതുപോലെ തന്നെ സോബർ ടൈയും അതുപോലെ തന്നെ റൈംലെസ് സ്പെറ്റിക്കിൾസും ഗെയിം എവിഡൻസ്, അത് തെളിവ് നൽകി. എന്താ തെളിവ് നൽകി? ഓഫ് എ സീരിയസ്, ഗൗരവമായ, ആൻഡ് റിസർവ്ഡ്, അധികമൊന്നും സംസാരിക്കാത്ത ഡിസ്പോസിഷൻ മീൻസ് പ്രകൃതം. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ രൂപം കണ്ടാൽ അദ്ദേഹത്തിന്റെ പ്രകൃതം എന്തായി നമുക്ക് മനസ്സിലാവും. സീരിയസ് ആയിട്ടുള്ള, അധികമൊന്നും സംസാരിക്കാത്ത ഒരാളെ പോലെ നമുക്ക് എന്ത് ചെയ്യും തോന്നും. അറ്റ് ദിസ് പോയിന്റ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ദ ബഗിൾ സൗണ്ടഡ്. ബഗിൾ എന്ന് പറഞ്ഞ ബെല്ല്, ഒരു പിന്നെ സമയം അറിയിക്കാനുള്ള ഇതിനാണ് എന്ത് പറഞ്ഞത്, ബഗിൾ എന്ന് പറയുന്നത് അല്ലെ. ഫോണ്, അതുപോലെ തന്നെ ബെല്ല് എന്നൊക്കെ പറയാൻ പറ്റും. അറ്റ് ദ പോയിന്റ്, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ദ ബഗിൾ സൗണ്ടഡ്, ബഗിൾ എന്ത് ചെയ്തു, സൗണ്ട് ചെയ്തു. ഫോർ ഡിന്നർ, എന്തിനു വേണ്ടിയുള്ള ബഗിള സൗണ്ട് ചെയ്തത്? ഫോർ ഡിന്നറിന് വേണ്ടി. ഡിന്നർ മീൻസ് ഭക്ഷണം കഴിക്കാനുള്ള ബഗിൾ എന്ത് ചെയ്തു, സൗണ്ട് ചെയ്തു. ആൻഡ് ഐ വെന്റ് ബിലോ, ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, താഴേക്ക് പോയി. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഓൺ ദ ഫോളോയിങ് ഓഫ് ഫോർനൂൺ, അടുത്ത ദിവസം രാവിലെ, ഐ അഗൈൻ ഒബ്സർവ്ഡ്, ഞാൻ വീണ്ടും അദ്ദേഹം നിരീക്ഷിച്ചു. മൈ ഫെല്ലോ വോയേജർ, നേരത്തെ പറഞ്ഞ എന്റെ സുഹൃത്തായ, ഫെല്ലോ മീൻസ് സുഹൃത്തായ, വോയേജർ എന്നാൽ കപ്പൽ യാത്രക്ക് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കടലിലൂടെയുള്ള യാത്രക്ക്, വെള്ളത്തിലൂടെയുള്ള യാത്രക്ക് നമ്മൾ പറയുന്ന പേരാണ് വോയേജർ എന്ന കടൽ യാത്രക്കാരൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അയാളെ ഞാൻ ഒരിക്കൽ കൂടി പിറ്റേ ദിവസം രാവിലെ നോക്കി. അദ്ദേഹത്തിന് എന്താ പണി? വാച്ചിങ് മീ, അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്. ഏണസ്റ്റ്ലി മീൻസ് സീരിയസ്ലി അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്. ഫ്രം ഹിസ് ഡെക്ക് ചെയർ, അദ്ദേഹത്തിന്റെ ഡെക്ക് ചെയറിൽ നിന്ന്. ഡെക്ക് ചെയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കപ്പലിലെ ചെയറിനാണ് എന്ത് പറയുന്നത്, ഡെക്ക് ചെയർ എന്ന് പറയുന്നത്. നോ എ ലേഡി വാസ് വിത്ത് ഹിം, ഇപ്പൊ അയാൾ മാത്രമല്ല, എ ലേഡി വാസ് വിത്ത് ഹിം, അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സ്ത്രീയുമുണ്ട്. ഒബ്വിയസ്ലി മീൻസ് ക്ലിയർലി ഹിസ് വൈഫ്, ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം, ഈ സമയത്ത്, ഈ സിറ്റുവേഷൻ മീൻസ് ഈ സന്ദർഭം. ഇപ്പൊ നേരത്തെ അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി എന്നെ നോക്കുന്നുണ്ട്. ആ സന്ദർഭം had begun to intrigue me. Intrigue means ഒരു കാര്യം അറിയാനുള്ള വല്ലാത്ത ത്വരക്കാണ്, ആഗ്രഹത്തിനാണ് എന്ത് പറഞ്ഞത്, ഇൻട്രിഗ്യൂ എന്ന് പറഞ്ഞത്. എനിക്ക് വല്ലാത്ത ആഗ്രഹം, ആരാണ് അയാൾ എന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. നേരത്തെ ഇന്നലെ അയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു, ഇന്ന് അതല്ല, ഇന്ന് അയാളുണ്ട്, അയാളെ ഭാര്യയുണ്ട് എന്നെ നോക്കുന്നത്. അപ്പൊ എനിക്ക് വല്ലാത്ത ആഗ്രഹം, ആരാണ് അയാൾ അറിയാൻ വേണ്ടി. ഐ ഡിസ്കവേർഡ്, ഞാൻ കണ്ടെത്തി.
ഫ്രം മൈ സ്റ്റവാർഡ്. സ്റ്റവാർഡ് മീൻസ് കപ്പൽ ജോലിക്കാരെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ശരിക്കും സ്റ്റവാർഡ് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥമാക്കുന്നത് കപ്പൽ ജോലിക്കാരെയാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഐ ഡിസ്കവേർഡ്, ഞാൻ കണ്ടെത്തി, ഫ്രം മൈ സ്റ്റവാർഡ്, എന്റെ സ്റ്റവാർഡിൽ, ദാറ്റ് ദേ വർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ്. അവരെന്താണ്? മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ആണ്. മിസ്റ്റർ ജോൺസും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണെന്ന് എനിക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. എവിടെ നിന്നുള്ളവരാ അവര്? ഫ്രം എ സ്മോൾ സബേർബ്. സബേർബ് മീൻസ് പ്രാന്തപ്രദേശം, മീൻസ് നിയർ ബൈ പ്ലേസസ്, അടുത്തുള്ള പ്രദേശത്തിന്. എവിടുത്തെ അടുത്തുള്ള പ്രദേശം? ഓഫ് ലണ്ടൻ. ലണ്ടനിലെ അടുത്തുള്ള പ്രദേശത്ത് നിന്നുള്ളവരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. വെൻ അനദർ ഡേ പാസ്ഡ്, അങ്ങനെ വേറെ ദിവസം കഴിഞ്ഞുപോയി. വിത്തൗട്ട് ഈവൻ, പ്രത്യേകിച്ച് ഒന്നും നടക്കാതെ ഇതുപോലെ തന്നെ അയാൾ ഇനി നോക്കും, ഞാൻ അയാളെ നോക്കും, അങ്ങനെ ദിവസം കഴിഞ്ഞുപോയി. ഒരു ദിവസം കൂടി. ഐ ബിഗൻ ടു ഫീൽ, എനിക്ക് വല്ലാത്തൊരു തോന്നൽ വരാൻ തുടങ്ങി. എനിക്ക് തുടങ്ങി ടു ഫീൽ, ഒരു തോന്നൽ തുടങ്ങി. എന്താ തോന്നല്? സെർട്ടൈൻ, ഉറപ്പായിട്ട് എനിക്ക് ഒരു തോന്നൽ തുടങ്ങി. ദാറ്റ് മിസ്റ്റർ ജോൺസിന്റെ ചുരുക്കമായിട്ട് പറഞ്ഞതാണ് എസ്. മിസ്റ്റർ എസ് വുഡ് റിമെയിൻ ടു ഷൈ. നമ്മളെ ജോൺസിന് റിമെയിൻ തുടരുന്നുണ്ട്. ടു ഷൈ, വല്ലാത്ത ലജ്ജയുണ്ട്. എന്തിനു വേണ്ടി? ടു ക്യാരി ഔട്ട്, നടപ്പിലാക്കാൻ. എന്ത് നടപ്പിലാക്കാൻ? ഹിസ് ഒബ്വിയസ്, അദ്ദേഹത്തിന്റെ വ്യക്തമായ ഡിസയർ, ആഗ്രഹം, ടു അപ്രോച്ച് മീ, എന്റെ അടുത്തേക്ക് വരാൻ. അപ്രോച്ച് ചെയ്യാൻ എന്റെ അടുത്ത് വരാൻ. എന്റെ അടുത്തേക്ക് വരാനും എന്നോട് സംസാരിക്കാനും വല്ലാത്ത ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തെ തടയുന്നത് എന്തോ ഒരു മടി, എന്തോ ഒരു ലജ്ജ അദ്ദേഹത്തെ തടയുന്നുണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. ഹൗവർ, എങ്ങനെയൊക്കെയാണെങ്കിലും, ഓൺ അവർ ഫൈനൽ ഈവനിങ്, നമ്മൾ അവസാന വൈകുന്നേരം മീൻസ് കടൽ യാത്രയിലെ അവസാന വൈകുന്നേരം, അറ്റ് ദ സീ, മിസ്സിസ് എസ് ഡിസൈഡഡ് ദ മാറ്റർ. നമ്മുടെ മിസ്സിസ് ജോൺസിന്റെ ഭാര്യ മിസ്സിസ് എസ് ഡിസൈഡഡ് ദ മാറ്റർ, ഒരു കാര്യം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? വിത്ത് ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിന്റെ കൈമല് നല്ല എന്ത് കൊടുത്തു? ഫേം പ്രഷർ, നല്ല ഉറച്ച രീതിയിലുള്ള പ്രഷർ കൊടുത്തു. പ്രഷർ മീൻസ് സമ്മർദ്ദം കൊടുത്തിട്ട്, ആൻഡ് വിസ്പേർഡ് എ വേർഡ്, ഒരു വാക്കൊക്കെ വിസ്പറിങ്, മന്ത്രിച്ചു കൊടുത്തിട്ട്, ഇനിസിയർ, അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തിട്ട്, ഷി അർജ്ഡ് ഹർ, അവള് എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിനെ, ടുവാർഡ്സ് മീ, എന്റെ നേർക്ക് വരാൻ, എന്റെ അടുത്തേക്ക് വരാൻ നിർബന്ധിച്ചു. ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്, ആസ് ഐ പാസ്ഡ്, ഞാൻ എന്തിലൂടെ, ഞാൻ കടന്നു പോയപ്പോൾ, ദ ഡെക്ക്, ആ പ്രൊമിനന്റ് ഡെക്കിലൂടെ, നടപ്പാതയിലൂടെ ഞാൻ കടന്നു പോയപ്പോ എന്ത് ചെയ്തു? ഞാൻ കടന്നു പോയപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കൈ പിടിച്ചു വലിച്ചുകൊണ്ട് എന്തോ സ്വകാര്യൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ആ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നത്. ഇനി 4ാമത്തെ പാരഗ്രാഫ് നോക്ക്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ ഡോക്ടറെ, എക്സ്ക്യൂസ് മീ, ഐ വണ്ടർ, ഞാൻ അത്ഭുതപ്പെട്ടുപോയി, ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, എന്നെ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തപ്പെട്ട്. ഒരാളെ ഒരിക്കലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാള് നിങ്ങളെ പേര് വിളിച്ചാല് നിങ്ങൾ ആരെ അത്ഭുതപ്പെടൂലേ? ഇയാൾ ഡോക്ടറാണെന്ന് ആർക്കും അറിയില്ല. ഇയാൾ യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രശസ്തൻ എന്തിനാണ്? എഴുത്തുകാരനായിട്ടാണ്. അയാൾ പണ്ട് ഒരു ഡോക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പം അയാൾ ഹി ബിക്കം ഫേമസ് ആസ് എ റൈറ്റർ. ഒരു റൈറ്ററാണ് അദ്ദേഹം ഫേമസ് ആയത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം തെറ്റിപ്പോയി. ഹി സ്പോക്ക് ആൾമോസ്റ്റ് ബ്രീത്ത്ലെസ്ലി. അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നത്? ആൾമോസ്റ്റ് ബ്രീത്ത്ലെസ്ലി, ശ്വാസം ഇങ്ങനെ തിക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഓഫറിംഗ് മീ, അദ്ദേഹം എനിക്ക് നൽകി, ദ വിസിറ്റിംഗ് കാർഡ്, അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് നൽകി. ഇങ്ങനെ കാണിച്ചു തന്നു. ഇവിടെ ഇൻ ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട്. എന്നിട്ടോ സ്റ്റഡിങ് മൈ ഫേസ്, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റഡിങ് മൈ ഫേസ്, എന്റെ മുഖത്തേക്ക് അദ്ദേഹം പഠിച്ചു, എന്റെ മുഖം അദ്ദേഹം പഠിച്ചു. ടു സീ, എന്ത് കാണാൻ? ടു സീ, കാണാൻ. ഇഫ് ദ നെയിം മീൻ എനിത്തിങ് ടു മീ, ആ പേര് എനിക്ക് എന്തെങ്കിലും അർത്ഥങ്ങൾ നൽകുന്നുണ്ടോ കാണാൻ വേണ്ടി. മീൻസ് അദ്ദേഹം ഇങ്ങനെ പിടിച്ചു വന്നു, അദ്ദേഹത്തിന്റെ പേരുണ്ട് വിസിറ്റിംഗ് കാർഡുമേല്. ആ പേര് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? എന്നിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡ് നോട്ട്, പക്ഷെ ഒരു മാറ്റം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഹി വെന്റ് ഓൺ, ഹി കണ്ടിന്യൂഡ്, അദ്ദേഹം തുടർന്നു. വിത്ത് ദ സെയിം ഒക്കേർഡ്നെസ്, അതേ മടിയോടുകൂടി, ഒക്കേർഡ്നെസ് നേരത്തെ ഉണ്ടായിരുന്ന ഷൈനസ്, ആ ഷൈനസോട് കൂടി അദ്ദേഹം എന്ത് ചെയ്തു? തുടർന്നു. ഇഫ് യു കുഡ് സ്പെയർ ഫ്യൂ മീൻസ്, ഡോക്ടർ, ഇഫ് യു കുഡ്, നിങ്ങൾക്ക് സാധിക്കുമോ? എന്ത്? സ്പെയർ, ചെലവഴിക്കാൻ. ഫ്യൂ മീൻസ് കുറച്ച് സമയം ഞങ്ങളൊപ്പം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മൈ വൈഫ്, എന്റെ ഭാര്യക്കും, ആൻഡ് ഐ, എനിക്കും, വുഡ് ലൈക്ക്, ആഗ്രഹമുണ്ട്, ടു ഹാവ് എ വേർഡ് വിത്ത് യു, നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കൂ എന്ന് ആര് ചോദിച്ചു? ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് നമ്മൾ ജെ ക്രോണിങ്ങിനോട് ചോദിച്ചു. എ മൊമെന്റ് ലൈറ്റർ, അങ്ങനെ ഒരു നിമിഷം കഴിഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞു. ഐ വാസ് ഒക്യുപ്പൈങ്, ഞാൻ കീഴടക്കി. ഒക്യുപ്പൈ പറഞ്ഞാൽ കീഴടക്കി. ദ വേക്കന്റ് ചെയർ ഡിസൈഡ് ദം, അവരുടെ അടുത്തുള്ള വേക്കന്റ് ആയിട്ടുള്ള, വേക്കന്റ് എന്നാൽ ഒഴിഞ്ഞ ഒരു കസാര ഞാൻ കീഴടക്കി. ഞാൻ അവിടെ പോയിരുന്നു. ഹാൾട്ടിംഗ്ലി,
ഹാൾട്ടിങ്ങിലാണ് നിന്നുകൊണ്ട്, ഭവ്യതയോട് കൂടി നിൽക്കുന്നതിനാണ് ഹാൾട്ടിങ്ങില് നിന്നുകൊണ്ട്. ഹി ടോൾഡ് ഹിം, അദ്ദേഹം എന്നോട് പറഞ്ഞു, ദാറ്റ് ദിസ് ഹാഡ് ബീൻ ദർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക. ഇത് അവരുടെ ആദ്യത്തെ വിസിറ്റാണ്, സന്ദർശനമാണ് അമേരിക്കയിലേക്ക്. അയാളുടെയും അവരുടെ ഭാര്യയുടെയും ആദ്യത്തെ സന്ദർശനമാണെന്ന് അയാളെ എന്നോട് പറഞ്ഞു. It was not entirely a holiday trip. It was not ഇതെല്ലാം entirely പൂർണ്ണമായും എ ഹോളിഡേ ട്രിപ്പ്. ഇതൊരു ഹോളിഡേ ട്രിപ്പ് അല്ല, മീൻസ് ഞങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രിപ്പ് അല്ല ഇത്. പിന്നെയോ they had been making tour. അവർ സന്ദർശിക്കുന്നുണ്ട്. ടൂർ മീൻസ് സന്ദർശിക്കുന്നുണ്ട്. എവിടെയൊക്കെ? ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്. അവരെല്ലാ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ് മീൻസ് അമേരിക്കൻ സ്റ്റേറ്റ്സ് മുഴുവനും അവർ സന്ദർശിക്കുന്നുണ്ട്. ഇൻസ്പെക്ടിങ്, പരിശോധിക്കുന്നുണ്ട് അവര്. മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്, സമ്മറിലുള്ള റിക്രിയേഷണൽ മീൻസ് വിനോദ ക്യാമ്പുകൾ, കുട്ടികൾക്കുള്ള ഫോർ യൂത്ത്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫോർ യങ് പീപ്പിൾ, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ വിനോദ ക്യാമ്പുകളും വരെ എന്ത് ചെയ്യുന്നുണ്ട്? സന്ദർശിക്കുന്നുണ്ട്. പിന്നെയോ ആഫ്റ്റർവാർഡ്സ്, അതിനുശേഷം അവര് അവർ സന്ദർശിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ? സെറ്റിൽമെന്റ് ഹൗസസ്, താൽക്കാലിക ഭവനങ്ങൾ ഇൻ ന്യൂയോർക്കിലെ ചെറിയ ഭവനങ്ങളൊക്കെ അവർ സന്ദർശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ആൻഡ് അതർ സിറ്റീസ്, മറ്റു സിറ്റികളിലെയും ഭവനങ്ങൾ അവർ സന്ദർശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ടു സ്റ്റഡി, പഠിക്കാൻ വേണ്ടിയാണ് അവര്. ദ മെത്തേഡ്സ്, രൂപം പഠിക്കാൻ വേണ്ടി. എംപ്ലോയിഡ്, നടപ്പിലാക്കുന്ന രൂപം. ഇൻ ഡീലിംഗ് വിത്ത് ദ കേസ് ഓഫ് ബാക്ക്വേർഡ് ആയിട്ടുള്ള, സമൂഹത്തിലെ പിൻഭാഗത്ത് നിൽക്കുന്ന, മോശപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പഠിക്കാൻ വേണ്ടി. മാലഡ്ജസ്റ്റഡ്, മാനസിക മീൻസ് മാനസിക അനാരോഗ്യമുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് എങ്ങനെ പെരുമാറുന്നതെന്ന് പഠിക്കാൻ വേണ്ടി. ആൻഡ് ഡെലിക്വന്റ് യൂത്ത്, ഡെലിക്വന്റ് എന്ന് പറഞ്ഞാല് ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികളുണ്ടല്ലോ, അവരെയാണ് ഡെലിക്വന്റ് എന്ന് പറഞ്ഞത്. ആ ഡെലിക്വന്റ് ആയിട്ടുള്ള കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, മീൻസ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരോട്, സമൂഹത്തിലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരോട്, മാനസിക അനാരോഗ്യമുള്ള ആൾക്കാരോട്, ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആൾക്കാരോട് എങ്ങനെയാണ് ഈ റിക്രിയേഷണൽ ക്യാമ്പുകളിലും സെറ്റിൽമെന്റ് ഹൗസസിലൊക്കെ പെരുമാറുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയാണ് അവരെങ്ങോട്ട് വന്നത്? ഈ അമേരിക്കൻ സ്റ്റേറ്റ്സിൽ അവര് വന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദേ ആർ സോഷ്യൽ വർക്കേഴ്സ്. അവരാരാണ്? ആ ഭാര്യയും ഭർത്താവും സാമൂഹ്യ പ്രവർത്തകരാണ്. There was in his voice, in his voice, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. ആൻഡ് മാനർ, പെരുമാറ്റത്തിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ തീർച്ചയായും ഇൻ ഹിസ് ഓൾ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ മൊത്തം വ്യക്തിത്വത്തിലും ഉണ്ടായിരുന്നു. എ ജെന്യൂയിൻ, സത്യസന്ധമായ, ഇന്തൂസിയാസം, ആവേശം. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള സത്യസന്ധമായ ഒരു ആവേശം നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് വാസ് ഡിസാമിങ്. ആ ആവേശ, ആ സംസാരത്തിന്റെ പ്രത്യേകത എന്താ പറയുക? ദാറ്റ് വാസ് ഡിസാമിങ്. എന്താ ഡിസാമിങ് എന്ന് പറഞ്ഞാല്, ചില ആൾക്കാരോട് നമ്മൾ സങ്കടത്തോടു കൂടി നമ്മൾ ഒരാളടുത്ത് ചെന്ന് കഴിഞ്ഞാല് അയാളുടെ സംസാരം നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കും. അങ്ങനെയല്ല, ചില ആൾക്കാരുടെ നമ്മൾ സങ്കടത്തോടു കൂടി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സംസാരം നമുക്ക് ഒരുപാട് ആശ്വാസം നൽകും. അങ്ങനെ ആശ്വാസം നൽകുന്ന സംസാരത്തിനാണ് എന്ത് പറയുന്നത്? ഡിസാമിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇയാളെ സംസാരം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഇഷ്ടം അയാളോട് എന്ത് ചെയ്തു? എനിക്ക് തോന്നിപ്പോയി. ഐ ഫൗണ്ട് മൈ സെൽഫ്, എനിക്ക് സ്വയം തോന്നി, ലൈക്കിംഗ് ഹിം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ, ഇൻസ്റ്റിക്റ്റീവ്ലി, അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് അയാളെ വളരെ ഇഷ്ടപ്പെടുന്ന പോലെ എന്ത് ചെയ്തു? എനിക്ക് തോന്നി. ഇൻസ്റ്റിങ്റ്റീവ്ലി മീൻസ് സഡൻലി എനിക്ക് അപ്പൊ തന്നെ അയാളോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ, അയാളോട് വീണ്ടും കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഐ ലേൺഡ്, ഞാൻ മനസ്സിലാക്കി, ചോദിച്ച് ഞാൻ കാര്യം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്താണ്? ഹാഡ് ബീൻ ആക്റ്റീവ്, വളരെ തൽപരരാണ്, വളരെ ആക്റ്റീവാണ്. ഫോർ ദ പാസ്റ്റ് 50 years, കഴിഞ്ഞ 15 കൊല്ലം. എന്തിന്? ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ, ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി. വെൽഫെയർ മീൻസ് ക്ഷേമം. ആ ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആക്റ്റീവാണ്. 14 കൊല്ലമായിട്ട് ആക്റ്റീവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തു? അവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഹി വാസ് ബൈ പ്രൊഫഷൻ, അയാളുടെ ജോലി എന്താ? പ്രൊഫഷൻ മീൻസ് ജോലി. അയാളുടെ ജോലി എന്താ? എ സോളിസിറ്റർ, ഒരു വക്കീൽ, അഡ്വക്കേറ്റ്, നിയമോപദേശകനാണ്, ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. പക്ഷേ ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട്, ഇൻ അഡീഷൻ, അതിലുപരിയായിട്ട്, ഇൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട്, കോടതിയിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീസിനുപരിയായിട്ട്, മീൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജോലി, അതിനുപരിയായിട്ട് ഫൗണ്ട് ടൈം, അദ്ദേഹം സമയം കണ്ടെത്തി ടു ആക്ട്,
എന്തിനു വേണ്ടിയുള്ള പ്രവർത്തിക്കാനുള്ള സമയം ആസ് എ ഡയറക്ടർ, ഒരു ഡയറക്ടറായിട്ട് ഓഫ് ദ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, സേവന സംഘടനയുടെ ഡിവോട്ടഡ്, എങ്ങനത്തെ സമർപ്പിച്ച, ഡിവോട്ടഡ് മീൻസ് സമർപ്പിച്ച സേവന സംഘടന ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കെയറിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ സേവന സംഘടനയുടെ ഒരു ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്, എവിടുത്തെ കുട്ടികള്, മോസ്റ്റ്ലി അധികം സിറ്റി സ്ലംസ്, സിറ്റിയിലെ സ്ലം പറഞ്ഞ ചേരിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ച സംഘടനയുടെ ഡയറക്ടറാണ് അദ്ദേഹം. ഹു ആർ ഫാളൻ, അല്ലെങ്കിൽ വീണുപോയ കുട്ടികള് അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ, നിയമത്തിന്റെ ബാൻ എന്ന് പറഞ്ഞ നിരോധനം, നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോയ കുട്ടികൾ. എന്താ എന്നോട് അർത്ഥമാക്കുന്നത്? ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്തു പോകും, ചെറിയ തെറ്റുകൾ ചെയ്തു പോകും, പിന്നെ അവർ വരും ആ കുറ്റത്തിൽ പെട്ടുപോയി, പിന്നെ അവർ വരും വലിയ കള്ളന്മാരും വലിയ ദ്രോഹികളുമായിട്ട് മാറും. അപ്പം അങ്ങനത്തെ ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ എടുത്ത് അവരെ നന്നാക്കുക എന്നതാണ് ഇവരുടെ സംഘടനയുടെ പ്രത്യേകമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അത്രയും സുന്ദരമായ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് എന്ന് എനിക്ക് മനസ്സിലായി. ഹാസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്, അദ്ദേഹം വളരെ റിയൽ ഫീലിംഗോട് കൂടി സംസാരിച്ചു. റിയൽ ഫീലിംഗോട് കൂടി സംസാരിക്കാന്നുണ്ടാകത്താണ് വെറും ഒരു സംസാരമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഓരോ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്കറിയാം, സത്യം പറയുന്നതാണ് അദ്ദേഹം. അത്രയും ഫീലിംഗോട് കൂടി അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പം എനിക്ക് കിട്ടി വിവിഡ് പറഞ്ഞ വ്യക്തമായ, കംപ്ലീറ്റ്, പൂർണ്ണമായ പിക്ചർ, ഒരു ചിത്രം കിട്ടി ഓഫ് ദ വർക്ക്, ജോലിയെ കുറിച്ചുള്ള ചിത്രം കിട്ടി. എന്ത് ദീസ് ടു പീപ്പിൾ വർ ഡൂയിങ്, ഈ രണ്ടാൾക്കാരും ചെയ്യുന്ന പൂർണ്ണമായും ജോലിയെ കുറിച്ച് എനിക്ക് വ്യക്തമായ രൂപത്തിൽ എന്ത് ചെയ്തു കിട്ടി. എന്താ അവര് ചെയ്യുന്നത്? ഐ ലേൺഡ്, ഞാൻ മനസ്സിലാക്കി. എന്താ ഞാൻ മനസ്സിലാക്കിയത്? ഹൗ ദേ, എങ്ങനെയാണ് ദേ, അവര് ടുക്ക്, എടുക്കുന്നത്. ഡെറിലിക്റ്റ്, എന്താ ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാല് കുറ്റകൃത്യങ്ങൾ പെടുന്ന കുട്ടികളെ അവരെടുക്കുന്നു. അഡോളസൻസ് പറഞ്ഞാല് കൗമാരക്കാരി, കുറ്റകൃത്യങ്ങൾ പെടുന്ന കൗമാരക്കാരെ അവരെടുക്കുന്നു. ഫ്രം ദ ജുവനിയൽ കോർട്ട്, എവിടുന്ന്? ജൂനിയൽ കോർട്ട് എന്ന് അവരെടുക്കുന്നു. ജൂനിയൽ കോർട്ട് പറഞ്ഞാൽ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടിയുള്ള കോടതിക്കാണ് അവരെന്ന് പറയുന്നത് ജൂനിയൽ കോർട്ട് എന്ന് പറഞ്ഞു. അവിടെ കുറ്റകൃത്യങ്ങൾ പെടുന്ന, ചെറിയ കുറ്റകൃത്യങ്ങൾ പെട്ടുപോയ കുട്ടികളെ ഇവരെടുക്കും. എന്നിട്ടോ ആൻഡ് പ്ലേസിംഗ് ദം, കൊണ്ടേ വെക്കും. എവിടെ? ഇൻ എ ഹെൽത്തി എൻവയോൺമെന്റ്, നല്ല ആരോഗ്യപരമായ നല്ല ഒരു അന്തരീക്ഷത്തിൽ, എൻവയോൺമെന്റിൽ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? വെക്കും. ഹി ഹീൽഡ് ദം, അവരെ സുഖപ്പെടുത്തും. ഇൻ മൈൻഡ് ആൻഡ് ബോഡി, ശാരീരികമായ മാനസികമായ സുഖം അവർക്ക് നൽകും. പ്രയാസങ്ങളൊക്കെ മാറ്റും അവരുടെ. ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്, എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ലോകത്തേക്ക് അവരെ അയക്കും. സെൻഡ് ദം ബാക്ക്, അവരെ തിരിച്ചയക്കും ദിസ് വേൾഡ്, ഈ ലോകത്തേക്ക്. പിന്നെ അത് മാത്രമല്ല ചെയ്യാം, പിന്നെയോ ദേവർ ഗിവൻ, അവർ നൽകിയിരുന്നു ട്രെയിനിങ്, നല്ല പരിശീലനം നൽകിയിരുന്നു. പിന്നെ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, ഉപകാരപ്രദമായ എന്ത് ഹാൻഡിക്രാഫ്റ്റ് എന്ന കരകൗശല വിദ്യകൾ, നല്ല ചട്ടി ഉണ്ടാക്കാനും പാത്രം ഉണ്ടാക്കാനൊക്കെ നല്ല കരകൗശല വിദ്യകൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ആ ജോലി അവർ പഠിക്കുന്നതോടുകൂടി അവരെന്തായി മാറും? വിച്ച് മെയ്ഡ് ദം, അത് അവരാക്കി മാറ്റും. ഫിറ്റ്, പ്രാപ്തരാക്കി മാറ്റും. ടു ടേക്ക് ദർ പ്ലേസ്, അവരുടെ സ്ഥലം ഏറ്റെടുക്കാൻ. എന്ത്? ആസ് എ വെർത്തി മെമ്പേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി, വിലപിടിപ്പുള്ള, വെർത്തി മീൻസ് വിലപിടിപ്പുള്ള മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ വിലപിടിപ്പുള്ള മെമ്പേഴ്സ് ആയിട്ട് അവരെന്ത് ചെയ്യും? മാറും. മീൻസ് നമുക്കൊരു ജോലി അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വാല്യൂ ഉണ്ടാവുക. അപ്പം ഇവരെന്ത് ചെയ്യും? അവർക്ക് കുറച്ച് ജോലി പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സമൂഹത്തിൽ നല്ല നിലയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഇതാണ് ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ പ്രവർത്തനം. ഇതിങ്ങനെ കേട്ടപ്പോൾ ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ, വല്ലാത്ത മോചനം. റിഡംഷൻ എന്ന് പറഞ്ഞ സാൽവേഷൻ, മോചനത്തിന്റെ വർക്കായി എനിക്ക് തോന്നി. വേറെ രക്ഷപ്പെടുത്തൽ മാത്രമല്ല അവർ ചെയ്യുന്നത്, ആ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ കുട്ടികളെ സേഫായ ഒരു സ്ഥലത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് റിഡംഷൻ, അതൊരു മോചനത്തിന്റെ വർക്കായിരുന്നു. ദാറ്റ് സ്റ്റേർഡ് ദ ഹാർട്ട്, ഹൃദയത്തെ പുളകം കൊള്ളിക്കും. സ്റ്റേർഡ് എന്നാൽ പ്രകാശിപ്പിക്കുന്ന എന്നാണ് അർത്ഥം. ഹൃദയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുളകം കൊള്ളിക്കുക എന്ന് പറയാറുണ്ട്. വല്ലാത്ത പ്രകാശം നൽകുന്ന ഒരു വർക്കായിരുന്നു, ഹൃദയത്തിന് വല്ലാത്ത പ്രകാശം നൽകുന്ന വർക്കായിരുന്നു അവർ ചെയ്തിരുന്നത്. ആൻഡ് ഐ ആസ്ക്ഡ്, ഇതൊക്കെ കേട്ടപ്പം ഞാൻ അറിയാതെ ചോദിച്ചു പോയി, വാട്ട് ഹാഡ് ഡയറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ? വാട്ട് ഹാഡ് ഡയറക്റ്റഡ്, അല്ല ജോൺസ്, അല്ല മിസ്സിസ് ജോൺസ്, വാട്ട് ഹാഡ് ഡയറക്റ്റഡ്, എന്താണ് നിങ്ങളെ നയിച്ചത് ഇൻ ടു ദിസ് ചാനൽ? ഈ വഴിക്ക് നിങ്ങൾ പോകാൻ കാരണം എന്താണ്? എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വലിയൊരു സേവനങ്ങൾ ചെയ്യുന്നത്? പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഈ വഴിയിലേക്ക് വരാനുള്ള കാരണം എന്ന് ഞാൻ എന്ത് ചെയ്തു? അവരോട് ചോദിച്ചു. The question had a strange effect upon him. നല്ല എന്തോ ഒരു അപരിചിതമായ എഫക്റ്റ് ആ ക്വസ്റ്റ്യൻ അവൻ ഉണ്ടാക്കി. ഞാൻ ആ ചോദിച്ചതോടുകൂടി വല്ലാത്തൊരു ഭാവമാറ്റം അവനുണ്ടായി. He took a sharp breath.
അവനൊരു ഷാർപ്പ് ബ്രീത്ത് എടുത്തു, നീണ്ടൊരു ബ്രീത്ത് എടുത്തു. ആൻഡ് എക്സ്ക്ലൈംഡ്, എന്നിട്ട് അത്ഭുതത്തോട് കൂടി ചോദിച്ചു, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? നിങ്ങൾക്ക് ഇനി എന്നെ മനസ്സിലായില്ല? യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? നിങ്ങൾക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല? ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ തല ഷുക്ക് തലയാട്ടി, അല്ലെ? ഐ ഷുക്ക് മൈ ഹെഡ്, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള അർത്ഥം തലയാട്ടി. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എന്റെ ഏറ്റവും നല്ല വിശ്വാസം അനുസരിച്ച്, ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഹിം അവനെ ബിഫോർ. ഈ ചങ്ങായിടെ ഞാൻ മിസ്റ്റർ ജോൺസിനെയും മിസ്സിസ് ജോൺസിനെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടതായി എനിക്ക് ഓർമ്മയെ കിട്ടുന്നില്ല. 9ാമത്തെ പാരഗ്രാഫ് നോക്കുന്നു. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. എന്നിട്ട് അദ്ദേഹം പറയാ, നോക്കൂ, ഐ ഹാവ് വാണ്ടഡ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു, ടു ഗെറ്റ് ഇൻ ടച്ച്, നിങ്ങളായിട്ടൊന്ന് ബന്ധപ്പെടാൻ, വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് കൊല്ലങ്ങളായിട്ട് നിങ്ങളായിട്ടൊന്ന് ബന്ധപ്പെടാൻ ഞാൻ എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരുപാട് കാലമായിട്ട് നിങ്ങളായിട്ടൊന്ന് ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹി വെന്റ് ഓൺ, ഹി കണ്ടിന്യൂഡ്, എന്നിട്ട് അവൻ തുടർന്നു. അണ്ടർ ഇൻക്രീസിംഗ് സ്ട്രെസ്, എന്തോ സ്ട്രെസ്സോട് കൂടി, സ്ട്രെസ് പറഞ്ഞാൽ എന്തോ സമ്മർദ്ദത്തോടു കൂടി അവൻ എന്ത് ചെയ്തു? പിന്നെ തുടർന്നു. ബട്ട് ഐ വാസ് നെവർ ഏബിൾ, പക്ഷെ എനിക്ക് ഒരിക്കലും സാധിക്കൂല, ടു ബ്രിങ് മൈസെൽഫ് ടു ഡു സോ, പക്ഷെ എനിക്ക് നിങ്ങളടുത്തേക്ക് വരാൻ ഒരിക്കലും സ്വന്തക്ക് അത് ചെയ്യാൻ മീൻസ് സ്വന്തക്ക് നിങ്ങളടുത്തേക്ക് വരാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ദെൻ ബെൻഡിങ്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബെൻഡിങ്, ഒന്ന് കുനിഞ്ഞു. നിയർ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് കുനിഞ്ഞു. ഹി സ്പോക്ക് ഫ്യൂ വേർഡ്സ്, കുറച്ച് വാക്കുകൾ അദ്ദേഹം സംസാരിച്ചു. ടെൻസിലി, വളരെ പ്രയാസത്തോടു കൂടി. ഇൻ മൈ ഇയർ, എന്റെ ചെവിയിൽ അദ്ദേഹം കുനിഞ്ഞുകൊണ്ട് സ്വകാര്യമായിട്ട് എന്തോ വാക്കുകൾ പറഞ്ഞു. അറ്റ് ദാറ്റ്, അതോടുകൂടി, അദ്ദേഹം പറഞ്ഞതോടുകൂടി, സ്ലോലി, സാവധാനം എന്ത് ചെയ്തു? സാവധാനം, ദ വെയിൽസ് പാർട്ടഡ്, മറ നീങ്ങി. ഞാനും അയാളും തമ്മിൽ തിരിച്ചറിയില്ലായിരുന്നു, എനിക്ക് അയാളെ മനസ്സിലായില്ലായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഒരു മറ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വകാര്യം പറഞ്ഞതോടുകൂടി ആ മറ എന്ത് ചെയ്തു? വെയിൽ എന്ന മറ പിന്നെ പാർട്ടഡ് എന്ന നീങ്ങി. മൈ തോട്ട്സ്, എന്റെ ചിന്ത, സ്പാഡ് ബാക്ക്, വേഗത്തിൽ പിറകിലേക്ക് പോയി. എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, 25 കൊല്ലം പിറകിലേക്ക് പോയി. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട്, ഒരു നട്ടലോട് കൂടി, ആ റിമെമ്പേർഡ്, ഞാൻ ഓർത്തു. എന്തോർത്തു? ദ സോൾ ഒക്കേഷൻ, ഒരേ ഒരു സന്ദർഭം. വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ, ഈ മനുഷ്യനെ ഞാൻ കണ്ട ഒരേ ഒരു സന്ദർഭം ഞാൻ എന്ത് ചെയ്തു? ഓർത്തു. ഇതാ നമ്മൾ ഇനി ഒരു കഥയിലേക്കാണ് പോകുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് കൺക്ലൂഡ്, ലെറ്റ് us wind up.